സ്വവർഗാനുരാഗം എന്നും പൊള്ളുന്ന വിഷയമാണ്. മതങ്ങളൊന്നും സ്വവർഗാനുരാഗത്തെ അനുകൂലിക്കുന്നതേയില്ല. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പോപ്പ് തന്നെ വാർത്തകളിൽ നിറയുന്നു. സ്വവർഗാനുരാഗികളായ പുരുഷന്മാരെ സെമിനാരികളിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു. ബിഷപ്പുമാരുമായുള്ള ഈ ചർച്ചയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിന്ദ്യമായ അധിക്ഷേപം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. റോമിൽ വെച്ചായിരുന്നു ബിഷപ്പുമാരുമായുള്ള പോപ്പിന്റെ കൂടിക്കാഴ്ച. ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. 87-കാരനായ പോപ്പ് സ്വവർഗാനുരാഗികളെ കത്തോലിക്ക സെമിനാരികളിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ മോശം പരാമർശം നടത്തിയെന്നാണ് ആരോപണം. ചർച്ചയ്ക്കിടെ ബിഷപ്പുമാരിൽ ഒരാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വവർഗാനുരാഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള തന്റെ എതിർപ്പ് മാർപ്പാപ്പ ആവർത്തിക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണെങ്കിലും സ്വവർഗാനുരാഗിയായ ഒരാൾക്ക് രണ്ട് മുഖമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ സ്വവർഗരതിയെ അധിക്ഷേപിക്കുന്ന ഫ്രോസിയാജിൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ചില സെമിനാരികളിൽ ഇതിനകം തന്നെ ധാരാളം സ്വവർഗാനുരാഗികളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും പറയുന്നുണ്ട്. ഇറ്റാലിയൻ ദിനപത്രങ്ങളായ ലാ റിപ്പബ്ലിക്കയും കോറിയർ ഡെല്ലാ സെറയും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാർപ്പാപ്പ ഇത് ഒരു തമാശയായാണ് ഉദ്ദേശിച്ചത് എന്നാണ് ബിഷപ്പുമാർ വാദിക്കുന്നത്. പ്രയോഗത്തിന്റെ നിന്ദ്യമായ സ്വഭാവം ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് ഒരു ബിഷപ്പ് പരാമർശിച്ചതായും റിപ്പോർട്ടുണ്ട്. ലാ റിപ്പബ്ലിക്ക, കൊറിയൻ ഡെല്ലാ സെറ എന്നിവയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 2023 നവംബറിൽ നടത്തിയ ബിഷപ്പുമാരുടെ മീറ്റിംഗിൽ സ്വവർഗാനുരാഗികളായ പുരുഷന്മാരെ കത്തോലിക്ക സെമിനാരികളിൽ പ്രവേശിപ്പിക്കാമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നുവെന്നും എന്നാൽ ഈ നീക്കം ഒടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തടയുകയായിരുന്നുവെന്നാണ് പറയുന്നത്. 2013 മാർപ്പാപ്പയായതിനു ശേഷം തന്റെ പൊതുപ്രസ്താവനകളിൽ LGBTQ+ സമൂഹത്തെ സ്വാഗതം ചെയ്യാൻ ഫ്രാൻസിസ് പാപ്പ ശ്രമിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയായതിനു ശേഷം സ്വവർഗാനുരാഗികളായ പുരോഹിതന്മാരെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് വിധിക്കാൻ ഞാൻ ആരാണ് എന്നായിരുന്നു. അവിവാഹിതരെയും സ്വവർഗ ദമ്പതികളെയും അനുഗ്രഹിക്കാൻ പുരോഹിതരെ അനുവദിക്കുന്ന വിധി അദ്ദേഹം ഡിസംബറിൽ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഈ നീക്കം കത്തോലിക്ക സഭയിലെ സുപ്രധാനമായ ഒരു മാറ്റമായിരുന്നു.